വലിയ പെട്ടിയാ, ലാർജാണിത്. സാൻഡൽസ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണ്. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ ജോബിൻ്റെ ആവശ്യത്തിന് പുറത്തോട്ട് പോവാണ്, സൗദിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീക്കൊക്കെ ട്രാവൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് പെട്ടി പാക്കിംഗ് ആണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ടെൻഷനുള്ള കാര്യം ഞാൻ ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടെന്നേ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. കൂടുതലായിട്ട് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരും ടെൻഷൻ അടിക്കും. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് പെട്ടി പാക്കിംഗ് ആണ്. അപ്പോൾ സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് അധികം ഡേ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് പാക്ക് ചെയ്ത് തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇനി അധികം ദിവസം ഉണ്ടാവത്തില്ല. അപ്പോൾ പിന്നെ അവസാനം കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെക്കാമെന്ന് ഓർക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ എന്തെങ്കിലും പോരാത്തുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേയിലോട്ട് വാങ്ങിക്കാം. അപ്പം അങ്ങനെയാണ് കരുതി വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സേഫായിട്ട് എത്താനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. അപ്പം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ നമ്മുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. ഞാൻ പൊട്ടിച്ച് ജസ്റ്റ് ഇത് കവറൊന്നും ഇതാക്കിയിട്ടില്ല. ഇത് ലാർജ് ഇച്ചിരി വലിയ പെട്ടിയാണ് കേട്ടോ. പിന്നെ ഒരു ട്രാവലർ ബാഗ് ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ഹാൻഡ് ബാഗ് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി പെട്ടി പാക്ക് ചെയ്യാം. ഈ സൈഡിലിരിക്കുന്നതൊക്കെ എനിക്ക് അകത്തോട്ടൊക്കെ വെക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെയും ഉണ്ട് കേട്ടോ, കുറേ സാധനങ്ങൾ പിന്നെയും ഉണ്ട്. നിങ്ങളെ പാക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത ഹന്നുമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് പെട്ടി ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് വെച്ച് തുടങ്ങാം. ഞാൻ മൊത്തം റഷാക്കി അലമ്പാക്കിയിട്ടേക്കണേണ്. എന്താകുമോ എങ്ങനെയാവുന്നൊരു പിടിയില്ല. ജസ്റ്റ് നോക്കാം കേട്ടോ. അയ്യാ, ഇതാണ് എൻ്റെ പെട്ടി. അമ്മ കമോൺ. ഫൈനലി ഞാൻ ആ ഒരു ഡ്രീമിലോട്ട് എത്താൻ പോവുകയാണ് ഗൈസ്. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമാണ് പുറത്ത് പോകണം എന്നുള്ളത്. അങ്ങനെ കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നേറുകയാണ്. അങ്ങനെ ഗൈസ്, പെട്ടി തുറന്നു കേട്ടോ. തുറന്ന് ഞാൻ ഓർത്തത് കട്ടിലയിൽ വെച്ച് നമുക്ക് തുറന്ന് വെക്കാമെന്നാണ്. പക്ഷേ പെട്ടി ലാർജ് ആയതുകൊണ്ട് കട്ടിലിൽ ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ്ടേ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഐഡിയ മാറ്റിയിട്ട് താഴത്ത് പാവിരിച്ചിട്ട് ഇത് വെച്ചിട്ട് അങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലോട്ടായി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഹന്നു ഉറങ്ങിയിട്ട് പാക്കിങ് തുടങ്ങാം എന്ന് ഡിസൈഡ് ചെയ്ത് കേട്ടോ. പിന്നെ താൻ അവിടെ ചെന്ന് വിളിച്ച് പറയാതൊരു സമാധാനം കിട്ടിയല്ലോ. നിങ്ങളുടെ ഭാവി എഴുതി വെക്കണ്ടേ? നമ്മളായിട്ട് പറഞ്ഞു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഗൈസ്, നമ്മുടെ പെട്ടി പാക്കിങ് രാത്രിത്തേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹന്നൂട്ടി എഴുന്നേറ്റ് വന്നാൽ ഇത് മൊത്തം വലിച്ച് പറിച്ച് ഒരു സൈഡാക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മെഡിസിൻസിലാണ് കണ്ണ്. വേറെ ഒന്നിലും അവന് കണ്ടില്ല, എൻ്റെ മെഡിസിൻസിലാണ് അവൻ്റെ കണ്ണ്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഹന്നു ഉറങ്ങിയതിന് ശേഷം ഇത് പാക്ക് ചെയ്യുള്ളൂ. കാരണം വലിയ പെട്ടിയായതുകൊണ്ട് കട്ടിലിൽ വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴത്തിരുന്ന് പെട്ടി പാക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. അടുക്കളയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. നമുക്കിന്ന്
ബിരിയാണിയാണ് കഴിക്കാൻ. അപ്പം ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 9:15 ആയി കേട്ടോ. ലേറ്റാണ്, അതിനോ ലേറ്റാണെന്നറിയാം. അപ്പോൾ നമുക്കിന്ന് ഡാഡി അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് ഞാൻ 2 പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ചിക്കൻ ബിരിയാണി ഉണ്ട്. അപ്പോൾ ആ ചിക്കനാണ് ഞാനിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ചിക്കനോടാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചിക്കനാണ് എടുക്കുന്നത്. സോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ഇനി പാക്കിങ്. കാരണം വിശക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനി അവിടെ പോയാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്നും നോ ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. ഫുഡ് അങ്ങ് കഴിക്കുക തന്നെ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാവേ. ഇവിടെ അമ്മച്ചി എൻ്റെ ഡ്രസ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് പോകാനുള്ള. ജസ്റ്റ് എല്ലാം ഒന്ന് മറ്റേ സ്റ്റിച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മെഷീനിൽ എന്തോ ഒരു പണി കിട്ടി. നമ്മുടെ മദർ അങ്ങനെ പ്രോയൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ അടിക്കാനൊക്കെ ഷേപ്പൊക്കെ ചെയ്യും അല്ലേ അമ്മ? അത്യാവശ്യം. ഇപ്പം എന്തോ നൂലെന്തോ കെട്ടി, അപ്പം അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതെ മതി, ബാക്കി നാളെ നോക്കാം. മതി, നടുവ് ഇങ്ങനെ കുനിഞ്ഞെന്ന് വേദനിക്കും. മതി ബാക്കി നാളെ നോക്കാം. ബാക്കി നാളെ വെച്ചാൽ മതി. ഇനി ജസ്റ്റ് നോക്കി വെയിറ്റ് നോക്കാം. ആ മതി, നാളെ മതി. എന്താ ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് നടുവ് വേദനിക്കും. കുറേ നേരമായി നിൽക്കുന്നു. കഞ്ഞി കുടിക്കും. മദറിന് വയ്യ പനിയാണ്, എനിക്കും വയ്യ പനിയാണ്. എൻ്റെ പനി മാറി, പക്ഷെ ബുദ്ധിമുട്ടുകളുണ്ട്, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ സാധനങ്ങൾ. ഇതെല്ലാം ആ പെട്ടിക്കകത്തോട്ട് കയറ്റണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡ്ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ബെഡ്ഷീറ്റൊക്കെ ഓൾറെഡി നമുക്ക് ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്, നീ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ചീത്തയായി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ബെഡ്ഷീറ്റ് ഒരു 2 ബെഡ്ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്ന എൻ്റെ ഷൂ ആണ്. ഇത് പുതിയ ഷൂ ആണ് കേട്ടോ. കുറേ മിക്ക സാധനങ്ങളും പുതിയത് തന്നെയാണ്. അപ്പോൾ ഷൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഷൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ റൂമിലൊക്കെ ഇടാനായിട്ട് 2 ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് റൂമിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യം പൊട്ടിപ്പോയാലൊക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ 2 ചെരുപ്പും കൂടി, സാധാരണ വള്ളിച്ചെരുപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ഞാൻ എടുത്തു വെക്കുന്നത് സ്വെറ്ററാണ് കേട്ടോ. കാരണം ഞാൻ ചെല്ലുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ ആ ടൈമിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് സ്വെറ്റർ, ഒരു ഗ്രീൻ കളറിലെ സ്വെറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാക്ക് കളറിലെ സ്വെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കളറിൽ അത് സ്വെറ്റർ എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് എ ജാക്കറ്റ് അതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ലതാണ് കേട്ടോ. ഈ പച്ച കളറിൽ നല്ല കട്ടിയുള്ളതാണ്. പിന്നെ ഒരു സ്വെറ്ററും കൂടി ഉണ്ടായിരുന്നു, അത് വലുതാണ്. അപ്പോൾ അത് ഞാൻ ഇട്ടുകൊണ്ട് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ അവസാനം ഞാൻ ഇതിലോട്ട് തന്നെ വെച്ചു കേട്ടോ. പിന്നെ അടുത്തത് റൂമിലിടാനുള്ള ഡ്രസ്സുകളൊക്കെയാണ്. നൈറ്റ് ഡ്രസ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പായതുകൊണ്ട് സോക്സ് എടുക്കണമെന്ന് എന്നോട് എൻ്റെ സുഹൃത്തായ സഫാന റമീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വിചാരിച്ചിട്ട് ഞാൻ സോക്സ് 2-3 എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് ഞാൻ എടുത്തു വെച്ചത് മെഡിസിൻസ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മെഡിസിൻസ് കൊണ്ടുപോകുക എന്നുള്ളത്. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്, എന്നിട്ടും ഞാൻ മെഡിസിൻസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് പനിയുടേത്, ചുമയുടേത്, പിന്നെ നമുക്ക് ഗ്യാസിൻ്റെത്, അങ്ങനെ എന്തെങ്കിലും വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അങ്ങനത്തെ കുറേ മെഡിസിൻസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാസ്ക്, ഇതൊരു ബോക്സ് മാസ്ക് ആയിരുന്നു. ഇത് എന്തിനാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അത് സത്യം പറഞ്ഞാൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ആ പെട്ടി ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ അതും കൂടി ആദ്യം വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ഞാൻ അതെടുത്ത് മാറ്റി, കാരണം സ്ഥലമില്ലായിരുന്നു. പിന്നെ ഇത് ക്ലിപ്പും ഹാങ്ങറുമാണ് നമുക്ക് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ ഹാങ്ങർ ഞാൻ അവസാനം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഹാങ്ങർ ഞാൻ അവസാനം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉറക്കാൻ കിടത്തി നമ്മുടെ കുരുപ്പ് മന്ദം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങൾ വെച്ച് കൂട്ടിയാൽ കണ്ടില്ല, അത് വീഡിയോ പ്ലേ ആയില്ല കേട്ടോ. എൻ്റെ ചേച്ചി വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് വന്നതാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് പോയി.
അപ്പൊ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല തുറക്കാനാണ് പാട്. പിന്നെ തുറക്കുന്ന ഇതിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. 2 തോർത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ സാനിറ്ററി നാപ്കിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഞാനെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാം അണ്ടർവെയർസ് ആണ്. പിന്നെ സോപ്പ്, ചീപ്പ് എനിക്കെടുത്ത് ചീപ്പ് വാങ്ങിച്ചിട്ടില്ല. സോപ്പ്, പിന്നെ ഇതൊക്കെ സോപ്പ് പെട്ടിൻ്റെ അകത്ത് ഓരോരു സോപ്പുണ്ട്. ഡെറ്റോള്, വാസലിൻ, എണ്ണ. പിന്നെ എണ്ണയൊക്കെ പാരച്യൂട്ടിൻ്റെ എണ്ണയാണ്. ഞാനിതാണ് ഇടുന്നത്. പിന്നെ ഇതമ്മച്ചി വലിയ കുപ്പി വാങ്ങിക്കണമെന്ന് എന്നോട് പറഞ്ഞതാണ്. എനിക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല. പിന്നെ കോൾഗേറ്റ്, ബ്രഷ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഈ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പോകേണ്ട ആവശ്യം വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ സിമ്പിൾ ടോപ്പുകളാണ്. അപ്പം വന്നാ സിമ്പിൾ ടോപ്പുകളാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാം. ഈ ടോപ്പ് ഞാൻ ഓണപരിപാടിക്കൊക്കെ, മീൻസ് ഓണപരിപാടിക്കല്ല, അവിടെ എന്തെങ്കിലും ഓണം ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു കസവ് പോലത്തെ ഒരു ജസ്റ്റ് ഒരു ചുരിദാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാനിത് എടുക്കത്തില്ല. ഓക്കെ, അത്. പിന്നെ ജീൻസ്, 2 ജീൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല ഇതായി, ബൾക്കായി. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് തൂക്കി നോക്കാം. മിക്കവാറും നല്ല വെയിറ്റ് ഉണ്ടാവും. ഒരു 50 കിലോയെങ്കിലും കാണുമല്ലോ. പിന്നെ ഇത് എവിടെ കൊണ്ടുപോകാൻ വെക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് സാധനം കൂടി മാറ്റേണ്ടി വരും. സോ ഗായ്സ്, ഇപ്പോൾ ടൈം 11:25 11:30 ആവാൻ പോകുന്നു. അപ്പം നമ്മൾ ഈ നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 15 കിലോയ്ക്ക് ഉള്ളതായിട്ടാണ് നമ്മുടെ മെഷീനിൽ കാണിച്ചത്. ബട്ട് എനിക്കൊരു ഡൗട്ടുണ്ട്, ചിലപ്പോൾ അത്രയൊക്കെ കാണുള്ളൂ. അപ്പം അതുകൊണ്ട് ട്രാവലറിലൊന്നും വെച്ചിട്ടില്ല. ട്രാവലറിൽ വെക്കേണ്ടതൊക്കെ ജസ്റ്റ് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ജാക്കറ്റില്ലേ, നല്ല വെയിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അത് എത്രത്തോളം നടക്കും എന്നറിയില്ല. പിന്നെ ഇത് ഈ ബാഗ്, ഇതെൻ്റെ ഞാൻ ഡെയിലി കൊണ്ടുപോകുന്ന ബാഗാണ്. അപ്പം എനിക്ക് അവിടെ ചെന്നിട്ട് ഡെയിലി പോകണമല്ലോ, ഹോസ്പിറ്റലിലോട്ട് പോകണമല്ലോ. അപ്പോൾ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാഗ് മടക്കി ചുരുട്ടി ഇതിൻ്റെ അകത്ത് കയറ്റണം. അപ്പോൾ അതൊക്കെ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫയലുണ്ട്. ഫയൽ അത്യാവശ്യം വെയിറ്റ് കാണും, അതൊക്കെ കൂടി വെക്കണം. പിന്നെ ബാക്കി ഇന്നത്തെ പാക്കിങ് ഇത്രയേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് ലെവൽ ഓഫ് പെട്ടി പാക്കിംഗ് ആണ്. ഇന്നത്തെ ലാസ്റ്റ് പാക്കിംഗ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് പാക്ക് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് പുറത്തു പോകുന്നുണ്ട്. അത് പക്ഷെ വീഡിയോ ആയിട്ടുണ്ടാവില്ല, അത് കുറച്ച് സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്താൽ മതിയായിരിക്കും. വീണ്ടും സാധനങ്ങൾ കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഗായ്സ്, നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് പാക്കിങ്ങിൽ ഞാൻ എന്തൊക്കെയാണ് വെച്ചതെന്ന് നോക്കാം. അത് കണ്ടോ, അതൊരു ഷൂ ആണ്. ഞാനത് ഇട്ടുകൊണ്ട് പോകാമെന്നാണ് കേട്ടോ ഓർത്തത്. പിന്നെ അടുത്തായിട്ട് എടുക്കുന്നത് ഫുള്ള് സ്കിൻ കെയർ ഐറ്റംസ് ആണ്. ഒരു പെട്ടിയിലാക്കി വെച്ചേക്കുമായിരുന്നു ഞാൻ. പർപ്പിളിൽ നിന്ന് എല്ലാം കൂടി ബൾക്കായിട്ട് ഓർഡർ ചെയ്തിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ അത് ടവലാണ് കേട്ടോ, അത് ഞാൻ ആ പാക്കറ്റോടെ തന്നെ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ കുറേ പൊടികളുണ്ട് കേട്ടോ ഈ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ കസ്തൂരി മഞ്ഞളുടെ പൊടി, പിന്നെ പയറുപൊടി, പിന്നെ മറ്റേ നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ എന്തൊക്കെയൊക്കെ പൊടി, അങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് ഷാമ്പൂ ആണ്. ഷാമ്പൂ, ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഞാൻ 2 എണ്ണം വെച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത്രയും സ്ഥലം കൂടി നമുക്ക് ഇച്ചിരി കൂടി സ്പേസ് കിട്ടുമല്ലോ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഡോക്കിൻ്റെ കുറേ കോജിക് ആസിഡിൻ്റെ ക്രീം, അങ്ങനെ എന്തൊക്കെയൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന്.
അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ, സൺസ്ക്രീൻ, പിന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ ഈ സൺസ്ക്രീനൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ, അല്ലാണ്ട് ഞാനൊന്നും യൂസ് ചെയ്യാറില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ അവിടെ ചെന്നിട്ട് ഉപയോഗിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഹന്നുദേ ഉറക്കാൻ കിടത്തിയിരുന്നതാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് എഴുന്നേറ്റ് തപ്പി വന്നിട്ടുണ്ട്. ഹന്നുവിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും. എന്താ പറയുക, യുദ്ധഭൂമിയിൽ ഇറങ്ങിയ ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഹന്നുവിന്. പിന്നെ എന്തെങ്കിലും കളിക്കാൻ കൊടുത്താൽ പിന്നെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. അതുകൊണ്ട് ഹന്നൂസ് അവിടെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നേ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വലിയ ജാക്കറ്റിന് നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഇതിട്ടുകൊണ്ട് പോകാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ജാക്കറ്റ് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്നാൽ പിന്നെ അത് ഇട്ടുകൊണ്ട് പോകാം, ഇത് ഇത്രയും വെയിറ്റ് അല്ലേ ഇട്ടുകൊണ്ട് പോകേണ്ടത്, എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റി നമുക്ക് ബാഗിൽ വെക്കാമെന്ന് പറഞ്ഞു. ഹന്നുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും എടുത്തത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കള്ളച്ചിരിയാണ് കേട്ടോ മുഖത്ത് നോക്കിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ട്രാവലർ ബാഗിൽ ഡ്രസ്സുകളൊക്കെയാണ് കയറ്റാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിടാനുള്ള ഡ്രസ്സ്, പിന്നെ പുറത്തിടാനുള്ള ഡ്രസ്സ്, പിന്നെ ജാക്കറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി. പിന്നെ ഞാൻ 2-3 ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് യൂണിഫോം ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ നോർമൽ ഡ്രസ്സ് ഇടേണ്ടി വരാനിട്ട് സൗദിയും കൂടിയല്ലേ, അപ്പോൾ ഷോൾ ഇടേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ 2-3 ഷോളൊക്കെ വാങ്ങിച്ച് അതും കൂടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ടോപ്പും ഈ ഷർട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ ഒരു 1000 വട്ടം ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ അതും കൂടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇടാൻ പറ്റൂല എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല, എന്നാലും ഞാനതൊക്കെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അതൊക്കെ കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് പാക്കിങ് കഴിഞ്ഞു. ഇനിയും കുറച്ച് സാധനങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഫൈനലൈസ് ചെയ്ത് വെക്കണം. പിന്നെ മറ്റേ ഒരു പിങ്ക് ചുരിദാറൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം. ഇത് പിന്നെ ഒരു കണ്ണടയാണ്, വെറുതെ ഒരു ഷോക്ക് എടുത്തതായിരുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ വീണ്ടും നമ്മുടെ ഫൈനൽ ഡേ ഓഫ് പാക്കിംഗ് ആണ്. നമ്മുടെ മൂന്നാമത്തെ പാക്കിംഗ് ആണ് അല്ലേ ഹന്നൂസേ? ഹലോ ഹന്നൂട്ടി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് പാക്കിംഗ് ആണ്. കാരണം എനിക്കിനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ, മറ്റന്നാൾ ഞാൻ പോവും. അപ്പോൾ ഇന്ന് ലാസ്റ്റ് പാക്കിംഗ്. നമ്മുടെ പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 10-20 കിലോ ആയിട്ടുണ്ട്. 30 കിലോ ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഒരു 10 കിലോ അല്ല, ഒരു 5 കിലോ കൂടി എന്തെങ്കിലും വെക്കണം. എന്തെങ്കിലും ഒന്നല്ല, വെക്കാൻ ഒത്തിരി സാധനങ്ങളുണ്ട്. ഹന്നു ഇതിൻ്റെ ഫയലാണ്, ഫയല്. ഗൈസ്, ഇതെൻ്റെ പുതിയൊരു ഷൂ ആണ്. ഇതിന്ന് വന്ന ഷൂ ആണ് കേട്ടോ. ഇത് അതിൻ്റെ അകത്തോട്ട് കയറ്റണം. ഇതെൻ്റെ ചെരുപ്പാണ്, ഒരു ചെരുപ്പാണ്, ഞാൻ കാണിച്ചു തരാം. നോർമൽ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെരുപ്പാണ്. നല്ല ചെരുപ്പാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല ചെരുപ്പാണ്. കാലുവേദനക്കൊക്കെ ഇടാൻ പറ്റുന്ന ചെരുപ്പാണ് കണ്ടോ. MCR ഓർത്തോ കാലുവേദനക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ചെരുപ്പാണ്. അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചല്ല, കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കയറ്റണം. അപ്പുറത്തെ കാലയിട്, അതപ്പുറത്തെ കാല, ഇനി ഇപ്പുറത്തെ കാലയിട്. വീടും കേട്ടോ താൻ. കുഞ്ഞു വീഴുവേ. നല്ലപോലെ വീഴുകയും ചെയ്യും. മതി ഊരിയേക്ക്. ഓക്കെ. നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വെക്കാം. ഷൂ ഒക്കെ എടുത്തിട്ട് ഓക്കേ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ അവസാനത്തെ പാക്കിംഗ് ആണ്. ലാസ്റ്റ് വന്ന് നമ്മുടെ ഷൂവും പിന്നെ നമ്മുടെ ഫയലും ബാഗും അതൊക്കെ കൂടി മാത്രം, ലാസ്റ്റത്തെ ആ ഒരു ചെരുപ്പും കൂടി മാത്രം വെച്ച് പെട്ടി അടക്കുന്ന ദിവസമാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇനി ഇതൊന്നും കൂടി തുറക്കും, നമ്മുടെ അച്ചാർ വെക്കാൻ വേണ്ടിയിട്ട്. അച്ചാറും ബീഫ് വെന്താലും എനിക്ക് വീട്ടിൽ നിന്ന് തന്നു വിടുന്നുണ്ട്. അപ്പോൾ അതും കൂടി വെക്കാൻ വേണ്ടി ലാസ്റ്റ് ഒന്ന് തുറക്കും. അപ്പോൾ അതോടുകൂടി നമ്മുടെ പാക്കിങ് കഴിയുവേ. ഹന്നുവാണെങ്കിൽ ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ള പാത്രത്തിലിരുന്ന് കൊട്ടി കളിക്കുവാണ് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് നമ്മൾ ഫയൽ വെച്ചു, ബാഗ് വെച്ചു, പിന്നെ ആ സൈഡിൽ ആ കവറിലിരിക്കുന്നത് ബൈബിളും കൊന്തയും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി വെച്ചു, എല്ലാം കഴിഞ്ഞ് കേട്ടോ. പിന്നെ ഹന്നുവിനെ ആണെങ്കിൽ ഞാൻ ശരിക്കും മിസ് ചെയ്യും, എല്ലാവരെയും മിസ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പെട്ടി പാക്കിംഗ് വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് എയർപോർട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കുമ്പോഴേക്കും വണക്കം.